സർ, ഈ ജോർജ് സോറോസിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ ഓഫീസുകളിലും അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ഇ ഡി റെയ്ഡ് നടത്തിയല്ലോ. എന്താണ് ഈ OSF? എന്തുകൊണ്ടാണ് ഇ ഡി അവിടെ റെയ്ഡ് നടത്തിയത്? നമുക്കെല്ലാം അറിയാം, ജോർജ് സോറോസിന്റെ ഫണ്ടിങ് നടത്തുന്നത് കുറെ ഓർഗനൈസേഷന്റെ ത്രൂ ആണ്. അത് ഒന്നോ രണ്ടല്ല, ഒരു 10-11 ഈ പറഞ്ഞ മാതിരി NGOസിനെ ഫണ്ട് ചെയ്യും. അത് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും. ഇപ്പം നമുക്കറിയാം, റോക്കഫെല്ലർ ഫൗണ്ടേഷൻ ഉണ്ട്, നമ്മുടെ മാക്സസ് അവാർഡ് കൊടുക്കുന്ന ഫൗണ്ടേഷൻ ഉണ്ട്. അങ്ങനെ കുറെ ഡിഫറെൻറ്റ് ഫൗണ്ടേഷൻസ് ഉണ്ട്. അവർക്കൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഫണ്ടിങ് കൊടുക്കും. ഫോർഡ് ഫൗണ്ടേഷൻ, ഫോർഡും റോക്കഫെല്ലറും എല്ലാം അവരെ തന്നെ കാശ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, റോക്കഫെല്ലർ എന്ന് പറഞ്ഞാൽ ലോകത്തെ വൺ ഓഫ് ദ മോസ്റ്റ് റിച്ചസ്റ്റ്, ഏറ്റവും കാശുള്ള ഫാമിലിയാണ് റോക്കഫെല്ലർ ഫൗണ്ടേഷൻ. ഫോർഡിനും കുറെ കാശ്, ഇഷ്ടം പോലെ കാശുള്ളതാണ്. ഇവരുടെ മെയിൻ ഇതെന്താണ്, ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2014 തൊട്ട് ഒരു പെർട്ടിക്കുലർ നരേറ്റീവ് ബിൽഡപ്പ് ചെയ്യും. അത് നമ്മൾ ചിലപ്പോൾ തോന്നും ഇത് ഒരു റെഗുലർ ന്യൂസാണ്, ഇതൊരു റെഗുലറായിട്ട് വരുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് മോദിയുടെ നേരെ, ഫോർ എക്സാമ്പിൾ, തുടക്കം തൊട്ട് 2014 തൊട്ട് തന്നെ ആദ്യം 2002 ഗുജറാത്ത് റയറ്റ്സ് എടുത്തിട്ടു. മോദി പ്രധാനമന്ത്രി ആവുമ്പോഴേക്കും, അതിനു മുമ്പ് മോദിയെ USA പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിസ ഡിനൈ ചെയ്ത പരിപാടി ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു നരേറ്റീവ് ബിൽഡപ്പ് ചെയ്യും. അപ്പം നമ്മൾ മലയാളം ചാനൽ കാണുമ്പോൾ തോന്നുന്നു ചിലപ്പോൾ, ഇതൊക്കെ ഇവിടുത്തെ ഒരു ഡിബേറ്റ് ആണെന്ന് തോന്നും. പക്ഷെ ഒരു പാറ്റേൺ ഉണ്ട്. അത് എന്നാൽ ഇതിനൊരു ഫണ്ടിങ് കൊടുക്കും ഇവരെല്ലാവരും. അതാണ് ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ. നമുക്കറിയാം, ഡിജിപബ് എന്ന് പറഞ്ഞ ധന്യ രാജേന്ദ്രൻ്റെ ഒരു വേറൊരു ഡിജിറ്റൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരും ഇതേമാതിരി കുറെ ഫണ്ടിങ് കൊടുക്കും കുറെ പേർക്ക്. ഈ പറഞ്ഞ ഒരു ഫണ്ടിങ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അവർ ഫണ്ട് ചെയ്യണത് ഒരു റിസർച്ച് സ്റ്റഡി. ഇപ്പോൾ ലക്ഷ്മിക്ക് കാശ് എന്നിട്ട് പറയും, ലക്ഷ്മി ഇതാ പിടിച്ചോ ഒരു 2 ലക്ഷം റുപ്യ, റിസർച്ച് സ്റ്റഡി ഓൺ എഫക്റ്റ് ഓഫ് കമ്മ്യൂണിസം ഇൻ കേരള ആൻഡ് ഹിന്ദു മെജോറിറ്റിസം ഇൻ കേരള എന്നിട്ട്. നമുക്ക് തോന്നുമോ ജെന്യുവൻ സ്റ്റഡിയാണത്? പക്ഷേ ഇതിലൊരു നരേറ്റീവ് ബിൽഡപ്പ് ചെയ്യുക. അപ്പം ലക്ഷ്മി ഒരു ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ ലക്ഷ്മി തോന്നുന്നു ഈ കാശ് തരുമ്പോൾ ലക്ഷ്മിയുടെ ചാനലിന്റെ ത്രൂ ആയിരിക്കും ചിലപ്പോൾ കാശ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ലക്ഷ്മി ഇൻഡിവിജ്വൽ ആയിട്ട് കാശ് വാങ്ങുന്നത്. അപ്പോൾ ലക്ഷ്മിയുടെ കയ്യിലുള്ള ഇൻഫ്ലുവൻസ് ലക്ഷ്മിക്ക് വെച്ച് ലക്ഷ്മി ഒരു സ്റ്റോറി ഉണ്ടാക്കും അതിൻ്റെ കാര്യം. എനിക്ക് 2 ലക്ഷം റുപ്യ തന്നൂല, അവർ എന്തെങ്കിലും ചെയ്യേണ്ടവർക്ക് വേണ്ടത് വെച്ചിട്ട് ആ ഒരു സ്റ്റോറി പിന്നെ പിക്കപ്പ് ചെയ്യണത് വേറൊരു സ്റ്റേജിൽ, വേറൊരു ഇതിലായിരിക്കും. ഒരു 3 ആഴ്ച 4 ആഴ്ച ലക്ഷ്മി എടുത്ത് വളരെ നന്നായിരുന്നു കേട്ടോ, ലക്ഷ്മിക്ക് ഒരു യൂറോപ്യൻ ടൂർ വേണമെന്ന് ചോദിക്കും. അപ്പം ലക്ഷ്മിക്ക് തോന്നുന്നു നല്ലൊരു കാര്യം യൂറോപ്യൻ എന്താണ് ഇതല്ല, ഞങ്ങളൊരു ജർമ്മനിയിൽ ഒരു കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ആ കോൺഫറൻസിൽ ലക്ഷ്മിയെ ഒരു ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പറ്റി ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യുന്ന ലക്ഷ്മി. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഫസാഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ, ഒരു സ്മോക്ക് സ്ക്രീനാണ്. പക്ഷെ അതിന് പിന്നിലുള്ള എന്താണ്, അത് കഴിഞ്ഞ് പറയും ലക്ഷ്മി, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 2 ആഴ്ച യൂറോപ്പെല്ലാം ട്രാവൽ ചെയ്യാം കേട്ടോ ഞങ്ങളുടെ ചെലവിൽ. ലക്ഷ്മി തിരിച്ചു വന്ന് എന്താ ചെയ്യുക, അവിടെ പോയി പറയും ഭാരതത്തിൽ ഫ്രീഡം ഇല്ല, മോദി എല്ലാവരും പിടിച്ച് ജയിലിലിരുന്നു, മോദി തല്ലിക്കൊല്ലുന്നു മുസ്ലിംസിന്, അത് ഇത് എന്നിട്ട് കുറെ സ്റ്റോറി ഉണ്ടാക്കുക. നമ്മുടെ ഈ നമ്മുടെ അടുത്ത് കുറെ ജേർണലിസ്റ്റുകളുണ്ട്. ഇപ്പൊ പേര് പറഞ്ഞു വരണേ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനത്തെ റാണ അയൂബ് ഉണ്ട്, അങ്ങനത്തെ ആൾക്കാർ അവിടെ പോയി ചെയ്യുന്ന പരിപാടി ഇതാണ്. അവരുടെ തീസ്ത സെറ്റിൽ വാർഡ് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി, പ്രശാന്ത് ഭൂഷൺ ഉണ്ട്. ഇവരൊക്കെ പോയി ഓരോ സ്റ്റോറി അവിടെ, ഇന്ദിരാ ജയ്സിംഗ് ലോയർ, ഇവരെല്ലാവരും പെനിട്രേറ്റ് ചെയ്യട്ടോ. മീഡിയ മാത്രമല്ല, ഇവരൊരു ഹ്യൂമൻ റൈറ്റ്സ്, സോ കോൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, സോ കോൾഡ് ഈ പറഞ്ഞ മാതിരി ജേർണലിസ്റ്റ്, ഇവരെയൊക്കെ പിടിച്ച്, ലോയേഴ്സിനെ പിടിച്ച് അങ്ങനെ കയറി ഇവരെല്ലാവരും ഒരു നരേറ്റീവ് ബിൽഡപ്പ്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ മോദി ഒരു ഫാസിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഫാസിസ്റ്റ് അല്ലാന്ന്, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് ഫാസിസ്റ്റാണ്. മോദി ഒരു ഡെമോക്രസി, ഇന്ത്യയിൽ ഇനി ഡെമോക്രസി ഉണ്ടാവില്ല, ആദ്യം 24 ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ അത് പോസ്റ്റ്പോൺ ചെയ്ത് 29 കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മോദി ഇലക്ഷൻ നടത്തിയ ഇന്ത്യയിൽ മോദി തന്നെയായിരിക്കും ഭരിക്കാൻ പോകുന്നത്. രാജാക്കന്മാരുടെ മാതിരി ടിൽ ദ എൻഡ് ഓഫ് ദ ലൈഫ് മോദി ആയിരിക്കുന്നതാണ്. പക്ഷെ ഇതാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഫണ്ടിങ്. അപ്പൊ ഇതിൽ നമുക്കറിയാമല്ലോ, ഇതിന്റെ ഒരു മെയിൻ ക്യാരക്ടറാണ് ഈ പ്രാവശ്യത്തെ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉണ്ടായത്. അപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റും, ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ്, സോ കോൾഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ കൂടെ വന്ന് ഇങ്ങനെ ഒരു ഡിബേറ്റ്, ഇങ്ങനെ ഒരു ഭാരത് ജോഡോ യാത്രയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ചോദിക്കും. അതൊരു നാച്ചുറൽ റിയാക്ഷനാണ്. എങ്ങനെയാണ് ഇവർ വരുന്നത്, എങ്ങനെയാണ് ഈ ഭാരത് ജോഡോ യാത്രയിൽ വന്നതെന്ന് പറയുന്നത്. പക്ഷേ ലക്ഷ്മി, നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ നരേറ്റീവ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ഇന്റർനാഷണൽ കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഹംഗേറിയൻ പ്രധാനമന്ത്രി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇറക്കിയായിരുന്നു, വിക്ടോർ അദ്ദേഹം പറയുന്നത് അതിൽ ക്ലിയർ ആയിട്ട് ഈ ജോർജ് സോറോസിന്റെ ഫൗണ്ടേഷൻ, ജോർജ് സോറോസിന്റെ മീഡിയ ഹൗസസ്, ഇവരൊക്കെ ചെയ്യുന്നത്
ബേസിക്കലി ഒരു കാശ് കൊടുക്കുമ്പോൾ തന്നെ അവരൊരു കണ്ടീഷൻ ഇടും യൂറോപ്പിൽ. നിങ്ങൾ മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഈ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഈ പറഞ്ഞാൽ ബാക്കിയുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാൻ എന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ മൈഗ്രൻസിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഹ്യൂമൻ റൈറ്റ്സ് ആണല്ലോ ഇതൊക്കെ. നമുക്ക് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമുക്ക് പറ്റില്ല എന്നാണ്. അപ്പോൾ ലക്ഷ്മി ആയിരിക്കും ശരിയോ നല്ല കാര്യം, നമുക്ക് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഒരു $5 മില്യൺ പിടിച്ചു, $5 മില്യൺ. അത് സോറോസിന് വളരെ ചെറിയ ചില ചേഞ്ചാണത്. അത് വാങ്ങിച്ച് അതൊരു ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടാക്കി അവർക്ക് താമസിക്കാൻ ഹോട്ടൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. US-ലും അതെ, ബ്രിട്ടനിലും അതെ, ഹോളിഡേ ഇന്നിലൊക്കെയാണ് ഇവരെ താമസിപ്പിക്കുന്നത്. ആലോചിച്ച് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ വരിക, ഒരു ബോട്ടിൽ വന്ന് ഇറങ്ങുക, ഞാൻ റെഫ്യൂജിയാണ്, എൻ്റെ കൺട്രിയിൽ എന്നെ പിടിച്ച് തൂക്കിക്കൊല്ലുന്നു, ഞാൻ തിരിച്ചു പോയാൽ എന്നെ കൊല്ലും, അങ്ങനെ പറഞ്ഞ് ഒരു അസൈലത്തിന് അപ്ലൈ ചെയ്യുന്നു. ഇമ്മീഡിയറ്റ്ലി ബ്രിട്ടീഷ് ഗവൺമെൻറ് 3000 പൗണ്ട് ഇതാ പിടിച്ചോ, ഒരാഴ്ച നിങ്ങളുടെ ഫുഡിനും അതിനും വേണ്ടി സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി എന്ത് വേണേൽ വാങ്ങിച്ചോളാം, ഒരു ടെമ്പററി വീസ തരും. അതേമാതിരി ഒരു ഹോളിഡേ ഇന്നിൽ 5 സ്റ്റാർ ഹോട്ടലിൽ സുഖമായിട്ട് താമസിക്കാം ഫാമിലിയുടെ കൂടെ. ഒന്നും ചെയ്യണ്ട, കാലത്തോട്ട് വൈകുന്നേരം വരെ TV കാണുക, ജിമ്മിൽ പോവുക, എല്ലാം ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർക്ക് പെർമനന്റ് റെസിഡൻഷിപ്പ് കൊടുക്കും. പെർമനന്റ് റെസിഡൻഷിപ്പ് കൊടുക്കുമ്പോഴാണ് ഇവർ അവിടുത്തെ വോട്ടർമാരായി മാറുക. ബ്രിട്ടനിൽ പിന്നെ അതും ആവശ്യം, നടുക്കിൽ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്. സിറ്റിസൺ ആവാണ്ട് തന്നെ വോട്ട് ചെയ്യാന്നുള്ളൊരു കപ്പാസിറ്റി അവിടെ ഉണ്ട്. അതിൽ മുനിസിപ്പൽ ഇലക്ഷൻ, ലോക്കൽ ഇലക്ഷനിൽ. അങ്ങനെയാണ് നമ്മുടെ പാകിസ്ഥാനി സാദിഖ്, അദ്ദേഹം അവിടുത്തെ ലണ്ടനിലെ മേയറായത് നമ്മൾ കണ്ടു. ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ഉണ്ട് UK ഗവൺമെന്റിന്റെ ഒരു ബോഡി, നമ്മുടെ അവിടുത്തെ ഒരു CBSE ബോഡി അങ്ങനെയെല്ലാം പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു UGC ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മുസ്ലിം ഒരു ക്ലറിക്കിനാക്കി, മൗലാനെ പിടിച്ചിട്ടാണ് അതിന്റെ ഹെഡാക്കി. നമുക്കറിയാലോ. അപ്പോൾ മുല്ല അതിനെ മദ്രസ എഡ്യൂക്കേഷനാക്കി മാറ്റും എന്തായാലും, അതിന് സംശയമില്ല. അപ്പോൾ ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ വന്ന ഒരു ഓർഗനൈസേഷൻ ഒന്നല്ല, അങ്ങനെ ഒരു 5-6 ഉണ്ട്, വേറെ വേറെ പേരായിട്ട്. ഇവരൊരു നാരേറ്റീവ് സെറ്റിംഗ് ആണ് ഇവിടുത്തെ മെയിൻ സ്ട്രാറ്റജി. അത് നമ്മൾ കണ്ടുവരുമ്പോൾ ധന്യ രാജേന്ദ്രൻ എഴുതുന്ന ലെറ്റേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ അവരെഴുതുന്ന ആർട്ടിക്കിൾസ് ആവട്ടെ, പ്രബീർ പുർക്കാസ് എഴുതുന്ന ന്യൂസ് ക്ലിക്കിലുള്ള സ്റ്റോറീസ് ആവട്ടെ, നമുക്ക് കണ്ട് ചൈനയിൽ നിന്ന് ഫണ്ടിങ് വാങ്ങിച്ചിട്ടാണ് ഇവരൊക്കെ അവിടുന്ന് നടത്തിക്കൊണ്ടിരുന്നത്. അത് വേറൊരു റൂട്ടാണ്. ഇന്ത്യയിലെ വാക്സിൻ 10 വയസ്സിൽ കൊള്ളില്ല, അന്ന് ഓർമ്മയുണ്ടോ ലക്ഷ്മിക്ക്? ഭാരത് ബയോടെക് ഉണ്ടാക്കി, കോവാക്സിൻ ഉണ്ടാക്കിയപ്പോൾ ഈ വാക്സിനൊന്നും അവിടെ നടക്കില്ല എന്നാണ് കോൺഗ്രസ്സുകാർ തൊട്ട് ഇവിടുത്തെ മീഡിയ എല്ലാവരും സ്റ്റോറി ഉണ്ടാക്കിയത്. ഇത് കാശ് കൊടുത്ത് എഴുതിച്ചാണ്. അതിലൊരു ഇവർക്കൊക്കെ ഒരു നാണമില്ലാണ്ട് ഇവർ ഇഷ്ടം പോലെ കാശ് വാങ്ങും. പക്ഷെ പറയുമ്പോൾ എത്തിക്സും ജേർണലിസവും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനൊക്കെ പറ്റി പറയും. പക്ഷെ ബാക്ക് ഡോറിന്ന് ഈ പറഞ്ഞ അതിൻ്റെ റെയ്ഡാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിൻ്റെ അതിൻ്റെ കുറേ ഈ പറഞ്ഞ മാതിരി കാശ് കൊടുക്കുമ്പോൾ BBC തന്നെ അന്ന് കണ്ടിരുന്നു. നമ്മുടെ അവിടെ വലിയ വലിയ ചാനലുകൾ നാട്ടിലന്ന് BBC-യുടെ നേരെ BBC പിഴ അടയ്ക്കേണ്ട വന്നു. എന്തിനടച്ചത്? അവരെന്നെ സമ്മതിച്ചു, ഞങ്ങൾ തെറ്റ് ചെയ്തു, ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇല്ലീഗലായിട്ട് ഡൊണേഷൻ കൊടുത്തു, ഇല്ലീഗലായിട്ട് പേയ്മെന്റ് ചെയ്തു. ഫോറിൻ എക്സ്ചേഞ്ച് നമുക്കറിയാം, ലക്ഷ്മിക്ക് ഒരാൾ കൊണ്ടുവന്ന് ഒരു $5000 തരികയാണെങ്കിൽ ലക്ഷ്മിക്ക് ഡയറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഡിക്ലെയർ ചെയ്യണം. അത് NGO ആണെങ്കിൽ FCRA എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. FCRA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൊണേഷൻ വാങ്ങിക്കാൻ പാടും. അത് മോദി ഗവൺമെന്റ് വന്നപ്പോൾ 10-55,000 NGOസിന്റെ കട പൂട്ടി, ഈ FCRA ഇല്ലാത്ത കാരണം. അപ്പൊ ഇവർക്കൊക്കെ ഉള്ള ദേഷ്യതാണ്. അപ്പൊ ഈ റെയ്ഡ് നടന്നത് ഇനി നമുക്കറിയാം അടുത്ത കുറച്ച് ദിവസം ഇതിന്റെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് വല്ലാണ്ട് ലേറ്റ് ആയിപ്പോയി. എന്നാൽ ഇവരുള്ള കടലാസെല്ലാം കത്തിച്ച് കാണും. ഇപ്പോൾ എത്ര ദിവസം അവർ വെച്ചിട്ടിരിക്കില്ല. എന്നാലും ഈ മണി ട്രെയിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ, ഒരു കാശ് കൊടുത്തതിൻ്റെ ഒരു ട്രെയിൽ ഉണ്ടാവും ബാങ്കിങ് സിസ്റ്റത്തിൽ കൂടെ. അതെങ്ങനെ ട്രാവൽ ചെയ്തു എന്നുള്ള ഒരു പ്രൂഫ് ഉണ്ടാവും. അത് പിടിച്ചു കഴിഞ്ഞാൽ ഈ BBC ചെയ്ത മാതിരി തന്നെ അവരുടെയും കട ഇവിടെ പൂട്ടാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.